കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. സമയം 11 മണി കഴിയുമ്പോൾ ജിഷയുടെ മെസ്സേജാണ് എനിക്ക് ആദ്യം കിട്ടിയ കേട്ടോ. ഒത്തിരി വർഷമായി ഞാൻ അവനെ പ്രണയിക്കുന്നു, തുറന്നു പറയണമെന്ന് പലതവണ വിചാരിച്ചതുവാ. പക്ഷെ ഒരു നോ കേൾക്കാനായിട്ട് റീനു എനിക്ക് പറ്റില്ല. ഒരുപാട് പേരും പ്രണയം തുറന്നു പറയാത്ത ഈ ഒരൊറ്റ റീസൺ കൊണ്ടാണ്. നമ്മൾ വിചാരിക്കും ധൈര്യമില്ലാഞ്ഞിട്ടാന്ന്. നോ നോ നോ, ഇറ്റ് ഈസ് ദിസ് റിജക്ഷൻ. എന്നെ വേണ്ട എന്നവൻ പറയുമോ എന്നുള്ള പേടി. ഇത് ഉറപ്പിച്ച് പറയാനൊരു കാര്യം എന്തെന്നറിയോ? സുജാത, ജയൻ, സച്ചി, നാരായൺ ഇവരെല്ലാവരും ഇതേ മെസ്സേജാണ് അയച്ചത്. എല്ലാവരും പറയുന്നേ തിരിച്ച് നോ എടുക്കാനുള്ള ആ മനഃശക്തിയുടെ കുറവ് കൊണ്ട് നമ്മൾ ആ പ്രണയം തുറന്നു പറയില്ല, സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. പറയാതെ മനസ്സിനുള്ളിൽ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അറിയിക്കണ്ടേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്ത് റീസൺ കൊണ്ടാണ് നമ്മൾ പ്രണയം തുറന്ന് പറയാത്തത്? അങ്ങനെ പറയാത്തവരോട് എന്താ പറയാനല്ലേ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഉത്തരം ഒന്ന് പറയോ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കോ. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഐ ലവ് യു വൈശാഖ്, ഐ കാൻ ബി വിതൗട്ട് യു ഇന്ന് ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക് ആരോ ഒരാൾ മെസ്സേജ് അയച്ചതാ. ഞാൻ റീനു അല്ല അത് പറഞ്ഞു കേട്ടോ. പിന്നെ ഷിബു ചേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് രേവതി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ലവർ അൻസിക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് CP ചോദിച്ചിട്ടുണ്ട്. നോ, ഒരിക്കലും അല്ല. നമ്മളെ അറിയുന്നവർ ഹെൽപ്പ് ചെയ്യും, ബട്ട് അല്ലാത്തവർ ഫ്രണ്ട്സ് അല്ല എന്ന് അവിടെയും ഇവിടെയും എത്താത്തൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആൻ്റണി ഐ ലവ് യു റീനു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് റീനുവാ? പിന്നെ ഐ ലവ് യു എന്ന് ചിന്മയി പറഞ്ഞിട്ടുണ്ട്. ആരെയാ ചിന്മയി? പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അറിയുന്നത്? പിന്നെ മിഥുൻ പറഞ്ഞിരിക്കുന്നു റീനു എന്നെ ഒന്ന് വിളിക്കോ. വിളിക്കാമല്ലോ. ഇതുപോലൊരു മെസ്സേജ് നിങ്ങൾക്ക് അയക്കണോ? എന്നാൽ 56070 ആണ് നമ്പർ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. ഞാനിപ്പോൾ മറിയമ്മിനെ വിളിക്കാൻ ശ്രമിക്കുക. മറിയം ഇസ് ഇൻ ലവ് വിത്ത് ഹിഷാം. അപ്പോൾ ഹിഷാമിനെ തട്ടിയെടുക്കാൻ പോകുന്നതായിട്ട് ഞാൻ അഭിനയിക്കാൻ പോവാണേ. ഹലോ മറിയം. ഹായ് മറിയം, ഞാൻ ഹിഷാമിന്റെ ഫ്രണ്ടാ. എനിക്ക് ഹിഷാമിനെ ഭയങ്കര ഇഷ്ടമാണ്. മറിയ പിന്മാറണമെന്ന് പറയാൻ വിളിച്ചതാ. പിന്മാറൂല? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഹിഷാമിനോട് ഭയങ്കര പ്രണയം. വേണ്ട, എന്റെ പേര് റീനു എന്നാ. ഞാൻ ക്ലബ് FM ലവ് ബൈറ്റ്സ് ചെയ്യണ ഒരു പാവം കുട്ടിയാ. കണക്ട് ഒന്നും ചെയ്യില്ല. മറിയം തിരക്കാണോ? കുട്ടികളുടെ ഒക്കെ നടക്കിരിക്കാണോ? 2 മിനിറ്റ് സംസാരിക്കാനില്ലേ? അപ്പൊ എനിക്ക് ഹിഷാമിനെ തരത്തില്ല? പ്ലീസ്, ഞാൻ എടുത്തോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്ര കടുത്ത പ്രണയാണോ? അതെ, കടുത്ത പ്രണയ. ആർക്കും പിരിക്കാൻ പറ്റത്തില്ല. ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാ? ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ? ഇങ്ങോട്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് ഇഷ്ടമാണ്. ഒരു 1 year കഴിഞ്ഞിട്ട് പറഞ്ഞു. 1 വർഷം പാവത്തിനായിട്ട് വട്ടം ചുറ്റിച്ചോ? ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എന്നാലും ഇഷ്ടാന്ന് പറഞ്ഞിട്ട് 1 year ഒക്കെ കാത്തു വെപ്പിക്കണ എന്ത് മോശമാണ്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു അടിസ്ഥാനം ഉണ്ടാവും. ഇതാണ് പെൺകുട്ടികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ്. എനിക്ക് സന്തോഷായി. എനിക്ക് ഒരു ചോദ്യം കൂടെ ചോദിക്കാനുണ്ടേ മറിയം. For that, stay tuned to Love Bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ മറിയം. മറിയം, ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേട്ടല്ലോ. ഒരുപാട് പേരും പ്രണയം പറയാതെ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കും. അതിങ്ങനെ പറയാതെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ വളർത്തും. അങ്ങനത്തെ ആൾക്കാരോട് എന്താ പറയാനുള്ളത്? അത് വളരെ ഒരു തെറ്റായ കോൺസെപ്റ്റ്. ബിക്കോസ് നമ്മൾ ഇഷ്ടമെന്ന് പറഞ്ഞാലേ മറ്റേ അറിയുള്ളൂ നമ്മുടെ ഫീലിങ്സ്. പറ്റണത്രയും ലേറ്റ് ആകുന്ന മുമ്പ് ആളെ ലൂസ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് പറയണം. പറഞ്ഞിരുന്ന് 3ാമത് ഒരാൾ കയറി വന്നിട്ട് ഇനി നിന്റെ ആവശ്യമില്ല എന്നല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടോ ഫ്രണ്ട്സിന് ആരുടെയെങ്കിലും? കൊറേ കണ്ടിട്ടുണ്ട്. മിണ്ടാതിരുന്നിട്ട് അവസാനം വേറെ ആള് വന്ന് ഇഷ്ടപ്പെടുന്ന ആളെ കൊണ്ട് പോകുന്നത്. ഹിഷാമിന്റെ അടുത്ത് പറയാതിരുന്നിട്ടേ അവസാനം ഹിഷാമിനെ അങ്ങനെ വേറെ കുട്ടി പ്രണയിച്ചായിരുന്നെങ്കിലോ? അത് സമ്മതിക്കില്ല. അമ്പടി കൊച്ചു കള്ളി. ഇഷ്ടമായിരുന്നു, മനസ്സിൽ വെച്ചോണ്ടിരുന്നതാ.
അതെ, അപ്പൊ അത് തെറ്റാണ്. അത് പറഞ്ഞപ്പോ ഇപ്പൊ എല്ലാം ശരിയായി. ഓക്കെ, താങ്ക് യു സോ മച്ച് മറിയം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതുപോലെ നിങ്ങൾക്ക് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണോ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് എഫ് എം സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.